നമസ്കാരം. ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച ഒരു കോളേജ് അധ്യാപകൻ പതിവായി ആഴ്ച അവസാനം പരിചയക്കാരനായ തൻ്റെ ഒരു ബാർബറുടെ അടുത്തെത്തി താടിയും മുടിയുമൊക്കെ വെട്ടി മിനുക്കാറുണ്ടായിരുന്നു. പിറ്റേന്നത്തെ ഞായറാഴ്ചത്തേലെ പള്ളിയിൽ പങ്കെടുക്കുവാനും ഭക്തികാര്യങ്ങളിലേക്ക് വ്യാപൃതനാകാനുമുള്ള ഒരുക്കങ്ങളിൽ അദ്ദേഹം ഇതും ഒരു ചിട്ടയായി തന്നെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ സമയം ചിലവഴിക്കുമ്പോൾ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ സംസാര വിഷയമാകാറുണ്ട്. ഒരിക്കൽ സംസാരം ദൈവമുണ്ടോ എന്ന വിഷയത്തിലേക്കായി. അപ്പോൾ നമ്മുടെ ബാർബർ പറഞ്ഞു, സാർ ഇങ്ങനെ കൃത്യമായി പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കാര്യമില്ല. ഈ ദൈവമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമേ അല്ല. ദൈവമുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഇത്രയേറെ മരണങ്ങൾ, രോഗങ്ങൾ, പീഡകൾ, അതുപോലെ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ നേർക്കുള്ള ക്രൂരതകൾ ഇതൊന്നും അരങ്ങേറുമായിരുന്നില്ല. കുറേ അധികം ആളുകൾ ഇങ്ങനെ നിസ്സഹായരായി വഴിനീളെ അലിഞ്ഞ് നടക്കുമായിരുന്നുമില്ല. ദൈവമുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ട് വലിയ പ്രയോജനമുള്ള ആളാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിന് മറുപടിയൊന്നും നമ്മുടെ പ്രൊഫസർ ബാർബറോട് അപ്പോൾ പറഞ്ഞില്ല. ബാർബർ പണി പൂർത്തിയാക്കിയപ്പോൾ പണം നൽകി പ്രൊഫസർ പുറത്തിറങ്ങി. അദ്ദേഹം വഴിയെ നടക്കുമ്പോൾ ഏതാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ഭ്രാന്തനായ മനുഷ്യനെ കാണുകയാണ്. താടിയും മുടിയുമൊക്കെ അയാൾക്ക് ഒത്തിരിയേറെ നീണ്ടു വളർന്നിട്ടുണ്ട്. ഈ അലഞ്ഞു നടന്ന മനുഷ്യനെ അനുനയത്തിൽ നമ്മുടെ അധ്യാപകൻ ബാർബറുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് അധ്യാപകൻ ബാർബറോടായി പറഞ്ഞു, ഇവിടെ ഈ ലോകത്തിൽ ബാർബർമാരുണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയും എങ്ങാനും ഉണ്ടെങ്കിൽ തന്നെ അവരെ കൊണ്ടൊന്നും കാര്യമായ പ്രയോജനവും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ബാർബർക്ക് അല്പം നീരസം തോന്നി. അയാൾ പറഞ്ഞു, ഈ ലോകത്തിൽ ബാർബർമാരൊക്കെ ഉണ്ട്, അവരൊക്കെ അവരുടെ ജോലികളും ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ മനഃപൂർവ്വമായി ബാർബർമാരുടെ അടുത്തേക്ക് വരുന്നതേ ഇല്ല എന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രിയമുള്ളവരെ, ദൈവം എന്ന മഹാശക്തി ഈ പ്രപഞ്ചത്തിലാകമാനം ഉണ്ട്. അതിൻ്റെ സാന്നിധ്യം നാം അന്വേഷിച്ചാൽ കണ്ടെത്തുക തന്നെ ചെയ്യും. പക്ഷേ മനഃപൂർവ്വമായി ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുകയില്ല, ഞാനത് അന്വേഷിക്കുകയില്ല, എനിക്ക് കണ്ടെത്തുകയും വേണ്ട എന്ന് കരുതുന്നവർക്കാണ് ജീവിത പ്രശ്നങ്ങളൊക്കെ വലിയ ഭാരമായി അനുഭവപ്പെടാറുള്ളത്. അങ്ങനെയുള്ളവരാണ് പലപ്പോഴും പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കാനും ശ്രമിക്കാറുള്ളത്. ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ തിരികെ ചെല്ലുന്നതും കാത്തിരിക്കുന്ന പരിധിയില്ലാത്ത സ്നേഹമാണ് അവിടെയുള്ളത്. ദൈവസന്നിധിയിലേക്ക് നാം തിരികെ ചെല്ലുന്നതിനെ തടയാനായി ഒത്തിരിയേറെ തെറ്റായ ശക്തികളും പ്രലോഭനങ്ങളും ഈ ലോകത്തിലുണ്ട് എന്ന കാര്യം കൂടി നാം അംഗീകരിക്കേണ്ടതുണ്ട്. ഈ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ച് നമ്മെ കാത്തിരിക്കുന്ന ഈശ്വര സന്നിധിയിലേക്ക് തിരികെ ചെല്ലുവാൻ നമുക്ക് അപാരമായ ഇച്ഛാശക്തി വേണം. ആ ഇച്ഛാശക്തിക്ക് വേണ്ടി, മനഃശക്തിക്ക് വേണ്ടി കഠിനമായ പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം. ആ ഒരു ഇച്ഛാശക്തിക്ക് വേണ്ടിയും അനുഗ്രഹത്തിനു വേണ്ടിയുമുള്ള യാചന നമ്മുടെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.